മലയാളികളുടെ എല്ലാം സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടി എന്ന മഹാനടൻ. അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം, ആകാരഭംഗി, ഇതും അഭിനയ തികവ്, ഇതെല്ലാം കൊടുത്തു വന്നേക്കുന്ന മറ്റൊരു നടനെ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. മലയാളത്തിൽ മഹാനടന്മാരുണ്ട് വേറെ. ഇപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞ് മോഹൻലാൽ ഒക്കെ അതെല്ലാം ആ ശ്രേണിയിൽ വരുന്ന ആളുകളാണ്. പക്ഷേ ഞാനതിൽ ഈ കാണുന്നതെന്ന് പറഞ്ഞ ഒരു പ്രത്യേകത മമ്മൂട്ടിയിൽ കാണുന്നത് ആ ശബ്ദ സൗന്ദര്യം, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം, അത് ഒരു ഒരു വളരെ വലിയൊരു പ്രത്യേകതയാണ്. മലയാളത്തിൽ ഇത്രത്തോളം ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള മറ്റൊരു നടനില്ല. ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ അമിതാഭ് ബച്ചന് 4 പ്രാവശ്യം ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ മമ്മൂട്ടിക്കും 4 അവാർഡ്, ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്. അതിൽ കൂടുതൽ അവാർഡുകൾ, ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള നടന്മാർ ഇന്ത്യയിൽ വേറെ ഇല്ല താനും. അപ്പോൾ ഇതിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന താരം. യഥാർത്ഥ താരം എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിനെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്. എൻ്റെ ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയിലാണ്. അത് നമ്മുടെ 37ാം ദേശീയ അവാർഡാണ്, ഫിലിം അവാർഡാണ്. അത് 1990-ലാണ് അവാർഡ് വന്നത്. 89-ലും ആണ് സിനിമ ഇറങ്ങിയതെന്ന് തോന്നുന്നു. ഏതായാലും ശരി, അതിലെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ നടൻ്റെ അഭിനയ മികവും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഷർട്ടില്ലാതെ നമ്മൾ അതിൽ മുഴുവൻ കാണുന്നത്, കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആകാരവടിവത ഞാൻ പറഞ്ഞു, അതും അദ്ദേഹത്തിൻ്റെ ശബ്ദം, അതൊക്കെ എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അപ്പോൾ അത് ആ സിനിമ വന്നതോടുകൂടി ആണ് യഥാർത്ഥത്തിൽ മമ്മൂട്ടി അത്രത്തോളം ഒരു വലിയ നടനായിട്ട് മാറുന്നത്. അതിന് ദേശീയ അവാർഡും ആ സിനിമയ്ക്ക് കിട്ടി. അതാണ് ആദ്യത്തെ അവാർഡ്. പിന്നെ രണ്ടാമത്തെ അവാർഡ് 41ാം നാഷണൽ ഫിലിം അവാർഡ്സാണ്, 1994. അത് 2 ഫിലിംസിനാണ്. യഥാർത്ഥത്തിൽ പൊന്തന്മാടേന്ന് ആളുകൾ പറയും, പക്ഷെ അങ്ങനെയല്ല. വിധേയൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്. ആ വിധേയൻ എന്ന് പറയുന്ന ഫിലിമിൽ മമ്മൂട്ടിയുടെ അഭിനയം ഗംഭീരമായിരുന്നു. യഥാർത്ഥത്തിൽ അത് വിധേയനകത്ത് അഭിനയം എന്ന് പറയുന്നത് ഗോപകുമാറും മമ്മൂട്ടിയും വളരെ, അതായത് മത്സരിച്ച് അഭിനയിച്ച സിനിമയാണ്. അതേപോലെ തന്നെ അതിൻ്റെയോടൊപ്പം പൊന്തന്മാട നമുക്കത് പറയാനൊക്കത്തില്ല ആ സിനിമയെക്കുറിച്ച്. അതേപോലെ യഥാർത്ഥത്തിൽ അതിൽ വിധേയനായിട്ട് അഭിനയിക്കുന്നത് പൊന്തന്മാടയാണ്. അപ്പം അത്ര ഒരു ആ സിനിമയുടെ നമുക്ക് അതിൻ്റെ ആ അഭിനയം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അതിനെക്കുറിച്ച് നമുക്ക് വേറൊരാൾക്കത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കുന്നതല്ല. ആ രീതിയിലുള്ള അഭിനയമാണ് മമ്മൂട്ടി ഈ 2 സിനിമകളിലും കാഴ്ചവെച്ചത്. അതിനാണ് നാഷണൽ അവാർഡ് അദ്ദേഹത്തിന്, ഈ 41ാം നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് 46ാം നാഷണൽ അവാർഡ് 1999-ലാണ് വീണ്ടും കിട്ടുന്നത്. അത് കിട്ടിയത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന സിനിമയ്ക്കാണ്. അതിൽ നമ്മുടെ മഹാനായ ഡോക്ടർ BR അംബേദ്കറായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ച് ഫലിപ്പിച്ചത്. അത് അദ്ദേഹം ആ രീതിയിൽ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ച ഒരു സിനിമ തന്നെയാണത്. എന്താണ് അംബേദ്കർ എന്നുള്ളത് ഒന്ന് പുറത്ത് കാണിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെ ആയിരുന്നു അത്. അതിന് അദ്ദേഹത്തിൻ്റെ 99-ലാണ് 46ാം നാഷണൽ ഫിലിം അവാർഡ് അതിന് കിട്ടുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ വന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അത് എന്തുകൊണ്ടും പ്രത്യേകതയുള്ള ഒരു സിനിമ തന്നെയാണ്. അതിനകത്ത് ഞാൻ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത് അതിൻ്റെ മേക്കിംഗ് ഉണ്ടല്ലോ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത ഒരു സിനിമയാണ്. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ എടുത്താൽ വിജയിക്കുമോ ഇല്ലയോ ഇന്നത്തെ കാലത്ത് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും വരും. പക്ഷേ ഈ സിനിമ വിജയിക്കും. അതിൻ്റെ കാരണം എന്തെന്നറിയും? അത് സിനിമയുടെ മാറ്റം ബാക്കിയുള്ളത് കൊണ്ടൊന്നുമല്ല, മമ്മൂട്ടിയാണ് അതിൻ്റെ കാരണം. കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് മമ്മൂട്ടി അതിൽ വരികയാണ്. അതിനകത്ത് അർജുൻ അശോകനുണ്ട്, അതുപോലെ തന്നെ
നമ്മുടെ KPSC ലളിതയുടെ മകൻ ഉണ്ട്. ഇവരൊക്കെ അതിനകത്തുള്ള അത് അഭിനയിച്ചതാണ്. അവർ വളരെ നല്ല അഭിനയ മികവാണ് അതിൽ മമ്മൂട്ടി കാഴ്ചവെച്ചത്. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിരിയുണ്ട് കേട്ടോ. ഇവിടെ വന്നവരാരും പിന്നെ തിരിച്ചു പോയിട്ടില്ല എന്ന് പറഞ്ഞ് മമ്മൂട്ടി ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. ആ ചിരി കേട്ടാൽ ഞെട്ടിപ്പോവും. ഞാനത് തിയേറ്ററിൽ കണ്ടിട്ടില്ല, ഞാനത് OTT ഞാൻ കാണുന്ന എല്ലാ സിനിമകളൊക്കെ. ഇപ്പോൾ തിയേറ്ററിലൊക്കെ പോയിട്ട് ഒരുപാട് നാളുകളായി. പക്ഷേ ഈ സിനിമയൊക്കെ കാണണം. ഇത് മാത്രമൊന്നുമല്ല, വേറെ എടുത്ത് പറയത്തക്കവണ്ണമുള്ള ഒരുപാട് സിനിമകൾ, എണ്ണമറ്റ സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നത്. വളരെ എനിക്കിഷ്ടപ്പെടുന്നത് സിനിമകൾ, ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകളാണ്. അപ്പം അതൊക്കെ കച്ചവട സിനിമകളും കുറേ ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന ഈ സിനിമകളൊക്കെ യഥാർത്ഥത്തിൽ വടക്കം വീരകഥ എന്ന് പറയുന്നത് MTയുടെ ഒരു ക്രിയേഷൻ എന്ന് തന്നെ നമുക്ക് പറയണം. MT വാസുദേവൻ നായരുടെ തിരക്കഥയാണ് അദ്ദേഹത്തിൻ്റെ. അത് ഈ ചന്തുവിന് ഞാൻ എന്നും പറയാറുണ്ട്, ശാപമോക്ഷം കൊടുത്ത ഒരു സിനിമയാണ്. ചന്തുവിന് ദുഷ്ടകഥാപാത്രമായിട്ട് കണ്ടിട്ട് ആരോമൽ ചേകവരെ നമ്മൾ നായകനായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കും. പക്ഷേ ആരോമൽ ചേകവരെ വില്ലനാക്കുകയും ചന്തു നായകനാകുകയും ചെയ്ത ഒരു സിനിമയാണ്. അതോടുകൂടി ചന്തുവിന് ശാപമോക്ഷം കിട്ടി. ചന്തു മലയാളികളുടെ മനസ്സിൽ, നമ്മുടെ എല്ലാവരുടെയും കാണികളുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഒരു നല്ല കഥാപാത്രമായിട്ട് ചന്തു മാറി. ആ ചന്തുവിൻ്റെ എല്ലാ ഭാവങ്ങളും, അതായത് ആ കോംപ്ലക്സ് ഉണ്ടല്ലോ, അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതൊക്കെ എടുത്ത് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനയത്തിലൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് മുഴുവൻ കാണിച്ചിട്ടുള്ളതാണ് അതിനകത്ത്, ആ സിനിമയ്ക്കകത്ത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇത് തന്നെയാണ്, സംശയമില്ല. പിന്നെ ഒന്നിനൊന്ന് വെച്ചാണ് വിധേയനും, അതുപോലെ തന്നെ പൊന്തമ്മാടയും അംബേദ്കറും ബാബാ സാഹിബ് അംബേദ്കറും ഒക്കെ. അതേപോലെ ഈ കൊടുമുൺപുറ്റി അടുത്ത സമയത്ത് വന്ന ഈ സിനിമകളിൽ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് യഥാർത്ഥത്തിൽ ആ കാട്ടിനകത്തുള്ള ആ വീടിന് യോജിക്കുന്ന ഇത് തന്നെയാണ്. ആ സിനിമയുടെ സിറ്റുവേഷന് യോജിക്കുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. അത് ഏതായാലും ഒരു വലിയ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം വിജയിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇനി ഇതൊന്നും കൂടാതെ അദ്ദേഹത്തിന് മറ്റ് ഓണേഴ്സ് കിട്ടിയിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന് ആദ്യം പത്മശ്രീ കിട്ടുന്നത് 1998 കേട്ടോ. അത് നമ്മുടെ ഇന്ത്യയുടെ 4ാമത്തെ വലിയ സിവിൽ ബഹുമതിയാണ്, അവാർഡാണ്. പിന്നെ അതിപ്പോൾ 2026 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. അത് 3ാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയാണ്, അവാർഡാണ്. പിന്നെ അത് കേരളപ്രഭ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കൊടുത്ത ഏറ്റവും വലിയ അവാർഡ് 2022 കിട്ടി. അത് കൂടാതെ 11 പ്രാവശ്യം അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. 16 പ്രാവശ്യം അദ്ദേഹത്തിന് ഫിലിം അവാർഡ്സ്, ഫിലിം ഫെയർ അവാർഡ്സ് സൗത്ത് ഇന്ത്യൻ, അതും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതായത് അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ സിനിമകൾ ഇതേപോലെ തന്നെ അഭിനയിച്ച് ഫലിപ്പിക്കാനും അവാർഡുകൾ വാരിക്കൂട്ടാനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഞങ്ങൾക്കൊക്കെ വലിയ കാഴ്ച വിരുന്നൊരുക്കി ശ്രീ മമ്മൂട്ടി ഒരു വലിയ താരമായി തന്നെ ഉയർന്നു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.